പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറാൻ ഇനി കേവലം നിമിഷങ്ങൾ, കേവലം മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന് മുന്നിൽ നിന്നും വിനീഷ് കൂടി ചേരുകയാണ്. വിനീഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കേരള പദയാത്രയുടെ ഔദ്യോഗികമായ സമാപന സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതിനു മുമ്പ് VSCയിൽ ചില ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ, നിർണായകമായ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മങ്ങളടക്കം അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷമാണ് 11:30 സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരുക. ഇവിടെ ഈ പദയാത്രയുടെ തുടക്കം മുതൽ, കാസർഗോഡ് നിന്ന് പദയാത്ര ആരംഭിക്കുന്നത് മുതൽ ഇപ്പോൾ തിരുവനന്തപുരം അനന്തപുരിയിൽ ഈ പദയാത്ര സമാപിക്കുന്നത് വരെ ഈ പദയാത്രയുടെ ഒരു അനുഗമിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പദയാത്രയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിനീഷിന് പറയാനുണ്ടാകും, പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ടാവും. ഒപ്പം ഈ പദയാത്രയുടെ ഔദ്യോഗികമായ സമാപനം പാലക്കാടാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്, പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയായിരുന്നു. അതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നത് BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്രത്തോളം ആവേശത്തിലാഴ്ത്തുകയാണ്. അപ്പം രാഷ്ട്രീയ മാനങ്ങളും ഈ പദയാത്രയുടെ ഭാഗമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു തിരുവനന്തപുരത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം ഈ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലടക്കം ആ ഒരു മേഖലയിലടക്കം എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. സുരേഷ്, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും വലിയ ആവേശമാണ് അനന്തപുരിക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണം, ഒപ്പം തന്നെ പോലീസിന്റെ സുരക്ഷ, SPG സുരക്ഷ, ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പ്രസ് ക്ലബിന് പരിസരത്ത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇങ്ങനെയല്ല വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത് നല്ല തിരക്ക് അനുഭവപ്പെടേണ്ട ഒരു ദിവസമാണ്. പക്ഷേ പൊതുവെ വാഹനങ്ങളുടെ ഒരു എണ്ണം കുറവുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ഒരുക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു പദയാത്രയുടെ BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ K. സുരേന്ദ്രൻ നടത്തിയ പദയാത്രയുടെ ഒരു കൊട്ടിക്കലാശം എന്നാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷിപ്പിക്കാൻ കഴിയുക. കാരണം പദയാത്ര എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് സമാപനം എത്തി നിൽക്കുമ്പോൾ അതിന്റെ ഒരു കൊട്ടിക്കലാശത്തിന് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതിന് ഏറെ രാഷ്ട്രീയപരമായ കുറെ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് പാർട്ടി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും കൂടുതൽ ഊർജം നൽകുന്നതാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തുമ്പോൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്തിമഘട്ടത്തിലുള്ള ചർച്ചയിലേക്ക് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചില കേന്ദ്രങ്ങളിലെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ചില കേന്ദ്രങ്ങളിൽ ആരൊക്കെയാണ് കൃത്യമായി മത്സരിക്കുക എന്ന കാര്യത്തിൽ അത് പൊതുസമൂഹത്തിനിടയിൽ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരമാണ്. BJP A ക്ലാസ് ലോകസഭാ മണ്ഡലം എന്ന് കരുതുന്ന തിരുവനന്തപുരം ലോകസഭാ മണ്ഡലം അത് പല ഘട്ടങ്ങളിലായി BJPക്ക് നഷ്ടപ്പെടുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില കുറഞ്ഞ വോട്ടുകളുടെ ഒരു പരാജയമാണ് പല ഘട്ടങ്ങളിലും BJPക്ക് തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് വില കൊടുത്തും തിരുവനന്തപുരം ലോകസഭാ മണ്ഡലം നിലനിർത്താനുള്ള ഒരു ശ്രമം BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തൊട്ടടുത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച ഒരു ലോകസഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലവും. ഇവിടെയും വലിയ മാറ്റങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ സാധിക്കുന്നത് പദയാത്രയിലുടനീളം നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവരുടെ ആ ഒരു പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച്, പ്രത്യേകിച്ച് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ മുസ്ലിം ലീഗിൽ നിന്ന് അടക്കം തങ്ങളുടെ അംഗത്വം രാജിവെച്ച് BJP-യിലേക്ക് അംഗത്വം സ്വീകരിക്കുന്ന ഒരു കാഴ്ച ദേശീയ
ദേശീയധാരയിലേക്ക് ഏകദേശം 25,000-ത്തിലധികം പ്രവർത്തകർ ഈ ഒരു പദയാത്രയിലൂടെ BJPയുടെ ഭാഗമായി എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ എത്തുമ്പോഴും ഏകദേശം 1000-ത്തിലധികം പ്രവർത്തകർ മറ്റു ഇതര പാർട്ടികൾ ഉപേക്ഷിച്ച് BJPയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ പണ്ട് കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടം മുതൽ പ്രത്യേകിച്ച് വിമോചന യാത്രയിൽ ഉൾപ്പെടെ ഞാൻ ആ ഒരു പദയാത്രയുടെയൊക്കെ ഭാഗമായിട്ടുള്ള ആളാണ്. ആ ഒരു വിമോചന യാത്രയിൽ പോലും കാണാത്ത തരത്തിലുള്ള വലിയൊരു മാറ്റം, രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നത് ഈ ഒരു പദയാത്രയിലൂടെ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ K. സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിരവധി ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് അംഗത്വം എടുത്തുന്നു. ക്രിസ്ത്യൻ മത പുരോഹിതന്മാർ, ഒപ്പം തന്നെ മറ്റു മേലധ്യക്ഷന്മാർ, ഇങ്ങനെയുള്ള എല്ലാവരും, വിവിധ സാമുദായിക നേതാക്കൾ, ഇവരെല്ലാവരും BJPയുടെ ഒരു ഭാഗമാകുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പദയാത്രയ്ക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം, ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നു. സുരേന്ദ്രൻ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ നിന്ന് പോലും ആളുകൾ കൈയെത്തി, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ കയ്യെത്തി സുരേന്ദ്രനിലേക്ക് ഉയർത്തി അഭിവാദ്യം അർപ്പിക്കുന്നത്, ഒപ്പം തന്നെ സുരേന്ദ്രന്റെ അടുത്തേക്ക് ഇവരൊക്കെ എത്താൻ ശ്രമിക്കുന്ന കാഴ്ചകൾ, അങ്ങനെ നിരവധി കാഴ്ചകളാണ് നമുക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പദയാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ഈ ഒരു പദയാത്ര തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. BJP അതിന്റെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ഉയർത്തുന്നു എന്നതിലുപരി ഈ ഒരു പദയാത്രയിലൂടെ അതിന്റെ ആക്കം വർദ്ധിപ്പിക്കാൻ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലെ പദയാത്രയിലൂടെ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം. ഒപ്പം തന്നെ ഈ ഒരു പദയാത്ര ആരംഭിച്ചതിന് ശേഷമാണ് PC ജോർജ്, ഷോൺ ജോർജ് അടക്കമുള്ള നിരവധി കോൺഗ്രസിന്റെ പ്രമുഖർ, CPMന്റെ പ്രമുഖർ ഒക്കെ തന്നെ BJPയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം പ്രാദേശിക തലങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ നിരവധി പ്രാദേശിക CPM നേതാക്കളും, ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള നേതാക്കൾ BJPയുടെ ഭാഗമാകുന്നു. അങ്ങനെ നിരവധി പേർ BJPയുടെ ഈ ഒരു ദേശീയധാരയിലേക്ക്, BJPയിലേക്ക് അംഗത്വം എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJPക്ക് മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള ഈ ഒരു ഘട്ടം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് BJP സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. മുൻകാലങ്ങളിൽ BJP സംസ്ഥാനത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ തങ്ങൾ 3 ജയിക്കും എന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇത്തവണ പറയുന്നത് 20 BJP ആയിരിക്കും ശക്തമാകുക, 20 വിജയം BJPക്കാകും എന്ന നിലപാടിൽ ഒരു ആത്മവിശ്വാസമുള്ള നിലപാടുകൾ BJPയുടെ സംസ്ഥാന നേതാക്കളിൽ നിന്നും ദേശീയ നേതാക്കളിൽ നിന്ന് നമുക്ക് വിനീഷ് പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വവും BJP പ്രവർത്തകരും. കാരണം മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് പുതിയ കേരളം, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. അത് അത്രത്തോളം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നതാണ്. നിരവധി ജനക്ഷേമ പദ്ധതികളാണ് ഭാരതത്തിലുടനീളം നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചത്. ഒരു മൂന്നാം ദൗത്യത്തിന് അദ്ദേഹം ഒരുങ്ങുകയാണ്, പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വിജയരഥം ഇനിയും നിസ്യൂതം പ്രയാണം തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളും കേരളത്തിൻ്റെ പൊതുസമൂഹവും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ ഒരു കരങ്ങളിൽ അത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് വിനീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ പദയാത്രയ്ക്ക് ലഭ്യമായ ഒരു വലിയ ജനകീയ സ്വീകാര്യത. അനവധി ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ BJPയിൽ അംഗത്വം എടുക്കുന്ന ഒരു കാഴ്ച. ഇന്നും നിരവധി ഇങ്ങനെ BJPയിലേക്ക് വന്ന ആൾക്കാർ, മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വന്ന ആൾക്കാർ ഈ ഒരു പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമാകും. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നത് ആ ഒരു പ്രഖ്യാപനം അത്രത്തോളം ചലനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുന്നതാണ് ഏറ്റവും ആവേശം ഇരട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമല്ലേ?
തീർച്ചയായിട്ടും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി അത് പുതിയ കേരളത്തിലേക്ക് രാഷ്ട്രീയമായി തന്നെ BJP നടത്തുകയാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ 2 നരേന്ദ്രമോദി സർക്കാരുകളുടെ കാലഘട്ടങ്ങളിലുണ്ടായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ പദ്ധതികളും എടുത്തു നോക്കുമ്പോൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ആനുകൂല്യത്തിന് ഉപരി വലിയ രീതിയിലുള്ള ഒരു അകമഴിഞ്ഞ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുദ്രാ വായ്പ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ആ പദ്ധതികളൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഉജ്ജൽ യോജന കണക്ഷൻ, ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രിയുടെ മറ്റ് വായ്പാ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, അങ്ങനെ നീണ്ടു കിടക്കുന്ന നിരവധി പദ്ധതികൾ, ആ ക്ഷേമ പദ്ധതികളും സേവന പദ്ധതികളും വികസന പദ്ധതികളും അത് സംസ്ഥാനത്തിന് ലഭിച്ചത് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ 60 വർഷം ഭരിച്ച CPM-ന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയൊക്കെ പിന്തുണയോടുകൂടി കേന്ദ്രത്തിൽ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഭരിച്ചു. തുടർന്ന് മുൻകാലങ്ങളിൽ കോൺഗ്രസ് സ്വന്തമായി തന്നെ ഒറ്റക്കാലിൽ നിന്ന് ഭരണം നടത്തി. ഈ കാലഘട്ടങ്ങളിൽ ഒന്നും ലഭിക്കാത്ത വികസനങ്ങൾ സംസ്ഥാനത്ത് ലഭിച്ചു എന്ന് തന്നെയാണ് മോദി ഗ്യാരണ്ടി ആയിട്ട് കേരളത്തിലെ ജനത ഉയർത്തിക്കാട്ടിക്കുന്നത്. അത് BJP ഒരു പകരം മുദ്രാവാക്യമായി ഉയർത്തുന്നതിൽ ഉപരി സാധാരണക്കാരുടെ ഇടയിലേക്ക് മോദിയുടെ ഗ്യാരണ്ടി അത് പ്രാവർത്തികമാകും. മോദി തങ്ങൾക്ക് 2000 രൂപ വെച്ച് കിസാൻ സമ്മാൻ നിധി അതൊരു മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ആ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഭാരതം മുഴുവനും നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഒരു വിശ്വാസ്യത 2ാം മോദി സർക്കാരിനും 1ാം മോദി സർക്കാരിനും നേടാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ആ ഒരു ഗ്യാരണ്ടിയിൽ ഇത്തവണ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് BJPയുടെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും വിലയിരുത്തുന്നത്. ഈ ഒരു നമുക്ക് ഈ പദയാത്രയിൽ ഞാൻ നേരത്തെ പറയാതെ പോയൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പദയാത്ര സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മോദിയുടെ ഗ്യാരണ്ടിയിൽ ജീവിത വിജയം കൈവരിച്ച നിരവധി പേരുമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആശയവിനിമയം നടത്തി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഓരോരുത്തരും കണ്ണുകളോടുകൂടിയാണ് പറയുന്നത്, മോദി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നില്ല. ഇങ്ങനെ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ, തങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നു, ഒരു പദ്ധതി ഒരു പ്രോജക്റ്റ് നൽകിയാൽ അങ്ങനെ കൃത്യമായ തരത്തിൽ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. പുതിയ മാറ്റങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ മോദി സർക്കാരിന് സാധിച്ചു. ഇങ്ങനെയുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിലായി BJP സംസ്ഥാന അധ്യക്ഷന്റെ പല പരിപാടികളിലും ചിലർ നേരിട്ടെത്തി പറയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ മോദി പ്രഭാവം സംസ്ഥാനത്തും നിലനിൽക്കുന്നുണ്ട്. അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണ ഭാരതത്തിലും മോദി പ്രഭാവത്തിൽ BJP വളരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് ഓരോ പദ്ധതികളായി അത് നടപ്പിലാക്കിക്കൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മോദി സർക്കാരിന് സാധിച്ചു. അത് കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതിനെയെല്ലാം മറച്ചു വച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയെല്ലാം തല്ലി തകർത്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് BJPക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിലേക്ക് കേരളം മാറും എന്നാണ് BJPയുടെ സംസ്ഥാന നേതാക്കൾ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങളും ശക്തമായ രീതിയിൽ ഇപ്പോൾ BJP മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുൻ കാലഘട്ടങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ അത് കേന്ദ്രീകരിക്കാതെ ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വോട്ട് ചോർച്ചയിലേക്ക് BJP എത്തുന്ന ഒരു സാഹചര്യം, ഒരു വസ്തുത നിലനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊക്കെ കഴിഞ്ഞ 10 വർഷമായി മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങൾ വിജയിക്കും, അത് 20 സീറ്റുകളിലേക്കും തങ്ങളുടെ വിജയം എത്തുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും പൂർണ്ണമായും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്.
മോദിയുടെ ഈ വരുന്ന സന്ദർശനം, ആ സന്ദർശനം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും കേരളത്തിൽ ആക്കം കൂട്ടുക. നേരത്തെ തൃശ്ശൂരിൽ മോദി എത്തിയ സമയത്ത് തന്നെ അതിലൊരു സന്ദേശം നൽകിയിരുന്നു. ആ ഒരു സന്ദേശം നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് ഇത്തരത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തൃശ്ശൂരിലെ ആ ഒരു സന്ദർശനത്തോടുകൂടി നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് BJPയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായ തരത്തിലുള്ള ബൂത്ത് തല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മോദിയുടെ ആ ഒരു സന്ദർശനം തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJP ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം ഈ പദയാത്രയിലൂടെ അങ്ങനെ അടിസ്ഥാനപരമായ പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരാൻ BJP സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചു എന്ന് തന്നെയാണ് പറയേണ്ട കാര്യം. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. BJPയെ സജ്ജമാക്കുക, BJPയെ കേരളത്തിൽ ശക്തമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ, ഈ ഒരു രാഷ്ട്രീയ സന്ദർശനത്തിലൂടെ നരേന്ദ്രമോദി ഉദ്ദേശം വെക്കുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. സുരേഷ്, മോദി പ്രഭാവത്തിന്റെ പ്രഭയിലാണ് കേരളവും. അനന്തപുരി എല്ലാ അർത്ഥത്തിലും പ്രധാന സേവകനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വി വിനീഷാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.